ഇൻഡോറായിട്ട് പ്ലാന്റ് സെറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അതിൽ നമ്പർ 1 നമ്മുടെ സ്വന്തം സ്നേക്ക് പ്ലാന്റ് തന്നെയാണ്. നമ്മുടെ നാട്ടിൽ സർപ്പപ്പോള സോക്രട്ടീസിൻ്റെ വാളെന്നൊക്കെ അറിയപ്പെടുന്ന ഈ പ്ലാന്റിൻ്റെ ഓക്സിജൻ റിലീസ് ചെയ്യാനുള്ള കഴിവും എയർ പ്യൂരിഫിക്കേഷൻ ക്വാളിറ്റിയുമാണ് ഇതിനെ നമ്പർ 1 ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെഡ്റൂമിൽ പോലും പ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണിത്. അതുമാത്രമല്ല, ഇൻഡയറക്റ്റ് സൺലൈറ്റ് മാത്രം ആവശ്യമുള്ള ഈ പ്ലാന്റിന് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ മാസത്തിലൊന്ന് നനച്ചു കൊടുത്താലും മതി. ഇതിൻ്റെ ഇലകളിൽ വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഇതൊരു ലക്കി പ്ലാന്റായിട്ട് കരുതുന്നവരുമുണ്ട്. ബിഗിനേഴ്സിന് വളർത്താൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ സ്നേക്ക് പ്ലാന്റ്. സ്നേക്ക് പ്ലാന്റ് പോലെ തന്നെ അടുത്ത നല്ലൊരു ഓപ്ഷനാണ് CC പ്ലാന്റ്. CC പ്ലാന്റിൻ്റെ പ്രത്യേകത ഇതിനും ഇൻഡയറക്റ്റ് ലൈറ്റ് മതി. അതുമാത്രമല്ല, ഇതിനും വാട്ടർ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ മാസത്തിലൊന്നായാലും നനച്ചു കൊടുത്താൽ മതി. അപ്പം എന്നും കെയർ ചെയ്യാൻ പറ്റാത്തവർക്കും മടിയന്മാർക്കൊക്കെ പറ്റിയൊരു പ്ലാന്റാണ് ഈ CC പ്ലാന്റ്. ഈ പ്ലാന്റിന് ചുവട്ടിൽ ഉരുളക്കിഴങ്ങ് പോലെ തോന്നിക്കുന്ന ഒരു റൈസോം ഉണ്ട്. അതിലാണ് വാട്ടർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ റൈസോം ചീഞ്ഞു പോകും, ചെടി ചീത്തയായി പോകും. പച്ച CC പ്ലാന്റിന് പുറമെ ബ്ലാക്ക് CC പ്ലാന്റും ഇപ്പോൾ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണാറുണ്ട്.